വിശദമായ വാർത്തകളിലേക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് 2 മരണം. വീട്ടമ്മയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് മരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് സ്വദേശികൾ ഉൾപ്പെടെ 8 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം തുടരുമ്പോഴും മരണസംഖ്യ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 മരണം. മലപ്പുറം കാപ്പിൽ സ്വദേശിയായ റംലയും കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമായ കുഞ്ഞുമാണ് മരിച്ചത്. ഈ മാസം 5-ാം തീയതിയാണ് വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവർക്ക് രോഗം ബാധിച്ചത് വീടിന് സമീപത്തെ കുളത്തിൽ നിന്നായിരുന്നു. 3 മാസം പ്രായമായ ആൺകുഞ്ഞ് കഴിഞ്ഞ 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വീട്ടിലെ കിണറിൽ നിന്നാണ് കുഞ്ഞിന് രോഗം ബാധിച്ചത്. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സാദിഖിന്റെ മകനാണ് മരിച്ചത്. നിലവിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് സ്വദേശികൾ ചികിത്സയിലുണ്ട്. ഓമശ്ശേരി പ്രദേശത്ത് നേരത്തെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 4-ാം ക്ലാസ്സുകാരിയും മരിച്ചിരുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണവും മരണസംഖ്യയും ഉയരുമ്പോഴും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസ്താവന അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണസംഖ്യ പിടിച്ചുകെട്ടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ജനം, കോഴിക്കോട്.